രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ആ ഇരയുടെ ഓഡിയോ കൊണ്ടുവന്നതും ഏറ്റവും കൂടുതൽ കത്തിക്കയറിയത് റിപ്പോർട്ടർ ടി വി ആയിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ ലൈംഗിക അതിക്രമം ആ ചാനലിനുള്ളിൽ തന്നെ നടക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നുണ്ട്. അന്തിച്ചർച്ചയില്ല, അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അരുൺകുമാറിനൊന്നും പറയണ്ട. ഈ പറയുന്ന അരുൺകുമാർ കലോത്സവത്തിലെ പോസ്കോ കേസില് പ്രതിയാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഒരു പരാതി പോലും ഇല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ സ്ത്രീപക്ഷ നിലപാടെടുത്ത റിപ്പോർട്ടർ ടി വി ഇപ്പൊ മിണ്ടുന്നില്ല. സ്വന്തം ചാനലിനുള്ളിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു അക്ഷരവും മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല. എന്താണ് ഇതൊക്കെ? അതായത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലാണ് ഏറ്റവും അധികം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആ ഒരു ആരോപണത്തിന് ആഘോഷമാക്കിയത്. അതിനെ ആഘോഷമാക്കി എന്ന് തന്നെ പറയണം. അതിലിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം പല സ്ത്രീകൾക്ക് ഒരേ സമയം വിവാഹ വാഗ്ദാനം നൽകിയില്ലെങ്കിൽ കൂടി വിവാഹം ചെയ്യും എന്നൊരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അവരുമായി ഇടപഴകുകയും ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തെറ്റ് തന്നെയാണ്. കാരണം ഒരേ സമയം ഒന്നിലധികം പേർക്ക് ഒരേ മോഹം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വഞ്ചനയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. പക്ഷെ ഈ വന്ന ഓഡിയോകളെല്ലാം ഒരേ കാലഘട്ടത്തിലുള്ളതാണോ? ഈ സ്ത്രീ പല പെൺകുട്ടികളുടെ പേരിൽ പറയപ്പെടുന്നുണ്ട്. ഈ ഓഡിയോ വന്നതും അല്ലാത്തതുമായിട്ട് പല പെൺകുട്ടികളുടെ പേര് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ആരോപണം വന്നതിലാണെങ്കിൽ ആ ട്രാൻസ്ജെൻഡർ തന്നെ പറയുകയാണ് 3 വർഷമായി അശ്ലീലം പറയുന്നു എന്ന്. അശ്ലീലം എന്ന് പറഞ്ഞ ഈ 3 വർഷത്തോളം പറയുമ്പോൾ മാത്രമാണോ അത് അശ്ലീലമായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്? അതൊരു ചോദ്യമാണ്. പിന്നെ ഇന്ന് മറ്റൊരു ട്രാൻസ്ജെൻഡർ അത് കോൺഗ്രസിന്റെ ഒരു നേതാവാണ്. അവർ രംഗത്ത് വന്നിട്ടുണ്ട്. പണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഭയങ്കര ക്രഷ് അടിച്ചിട്ടുണ്ട് ഇന്ന് ഈ ആരോപണം ഉന്നയിച്ച യുവതി തന്നെ, ട്രാൻസ്ജെൻഡർ യുവതി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി വന്നിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുപ്പം കൂടിയവരെല്ലാം അദ്ദേഹത്തോട് ബന്ധം സ്ഥാപിക്കുക, അതായത് സൗഹൃദത്തിന് വേണ്ടി അങ്ങോട്ട് അപ്രോച്ച് ചെയ്തവരായിരിക്കാം എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ വരുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഐക്കണായി വരികയായിരുന്നു. അതായത് ഒരു സെലിബ്രിറ്റി മോഡിലുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ചാനൽ ചർച്ചകളിലെല്ലാം വന്ന് തീപ്പൊരിയായി എതിരാളികളെ വായടപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച ഒരാൾ ആയതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരനാണ്, കാണാനും തിരക്കേടില്ല. അതുകൊണ്ട് തന്നെ യുവതികൾക്കെല്ലാം ആരാധന ഉണ്ടായിരുന്നതായി പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊരു ക്ലാരിറ്റി വരാതെ ഇത് ആഘോഷിച്ചത് ഒന്നാമത്തെ തെറ്റ്. എന്താ ഇതിന്റെ ഒരു കൃത്യത വരണമായിരുന്നു. പിന്നെ രണ്ടാമത്തേത്, ഈ പറയുന്ന ഈ ചാനലുകളിലിരുന്നായാലും ഈ സോഷ്യൽ മീഡിയയിലായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ മോശമായ രീതിയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. വിമർശിച്ചോട്ടെ, പക്ഷേ എത്ര പേർക്ക് ഇതിനുള്ള യോഗ്യതയുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. പണ്ടൊരു കഥ, പല മഹാന്മാരുടെ പേരിലും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ടായിരുന്നു. ഒരു കുട്ടി പഞ്ചസാര കഴിക്കുന്നു, അമ്മ വന്ന് പരാതി പറഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ മോനെ നീ പഞ്ചസാര കഴിക്കരുത്. ഗാന്ധിജിയുടെയും മറ്റു പലരുടെയും പേരിൽ ഈ കഥ കേൾക്കാറുണ്ട്. അപ്പൊ പറഞ്ഞത് എന്തുകൊണ്ട് അത് അന്ന് വന്നപ്പോൾ ഇത്രയും ഇത് പറയാമായിരുന്നില്ല? അന്ന് എനിക്ക് പഞ്ചസാര കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉപദേശിക്കാതിരുന്നത്. ഇപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ ആ ശീലം മാറ്റി. അപ്പൊ ഇപ്പോ ഞാൻ അവനെ ഉപദേശിക്കാൻ യോഗ്യത നേടി. അപ്പൊ ഈ ഉപദേശിക്കുക എന്നതുപോലെ തന്നെയാണ് വിമർശിക്കാനും ഒരു മിനിമം യോഗ്യത വേണം എന്നുള്ളത്. ഇപ്പൊ എനിക്ക് സൗവർണികയെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിമർശിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യണമെങ്കിൽ ഞാൻ ആ തെറ്റിൽ നിന്ന് വിമുക്തിയായിരിക്കണം, അല്ലേ? ഞാൻ അത് ഒരു വലിയൊരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അതേ വിഷയത്തിൽ സൗവർണികയെ ഉപദേശിക്കാനോ വിമർശിക്കാനോ വരാൻ എനിക്ക് യോഗ്യത ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഈ വ്യക്തമായിട്ട് അറിയാവുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും അത്തരം പോസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പല ആൾക്കാരും, പല സ്ത്രീകളോടും മോശം മെസ്സേജ് അയക്കുകയും മോശം രീതിയിൽ പെരുമാറുകയും ചെയ്തിട്ടുള്ള പല ആൾക്കാരും പുണ്യാളന്മാരാണിപ്പോ. അവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിയുമ്പോൾ അവർ നല്ലവരായി എന്നാണ് അവരുടെ വിചാരം. എന്റെ ഫേസ്ബുക്കിൽ വന്ന ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതിയൊരു പോസ്റ്റിനിടയിൽ വന്ന് മോശം കമന്റ് ഇട്ടു, നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ എന്ന് പറഞ്ഞു. ആ വ്യക്തി, ആ ഐഡി എന്ന് പറയുന്നത് അതൊരു ഫേക്ക് ഐഡിയ ആണ്. അത് കാണുമ്പോൾ തന്നെ ഫേക്ക് ഐഡിയ ആയിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. മുമ്പ് കുറച്ച് നാൾ മുന്നേ ഞാൻ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ മെസ്സഞ്ചറിൽ ചോദിക്കാറുണ്ടായിരുന്നു. സാധാരണ ഞാൻ മെസ്സഞ്ചറിൽ ആർക്കും മെസ്സഞ്ചറിൽ ഇൻസ്റ്റാൾ പോലും ചെയ്തിട്ടില്ല. എന്നാലും ആ സമയത്ത് ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചിലതൊക്കെ ചോദിക്കുമ്പോൾ പറയുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഏതോ ഒരു വിദേശ വനിത ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ കൊണ്ടിട്ടിട്ട് ഇവരുടെ തുട കൊള്ളാമോ എന്നോട് എനിക്ക് മെസ്സേജ്. അന്ന് അവന്റെ മെസ്സേജ് പിന്നെ ഞാൻ അത് തൊട്ട് നോക്കില്ല. അവൻ വന്ന് കമന്റ് ഇടുന്നതിന് ഒരു റിപ്ലൈയോ ലൈക്ക് ഒന്നും കൊടുക്കാറില്ലായിരുന്നു. ബ്ലോക്ക് ചെയ്യാതിരുന്നത്. ഇത് ഏതുവരെ പോകുന്ന കാണണമല്ലോ, കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. ഞാൻ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വേറെ ആരോടും പരാതി ഒന്നും ഞാൻ തന്നെ കൈകാര്യം ചെയ്ത് വിടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ആള് പോലും, ആ ഐഡിയയുടെ ഉടമ പോലും വന്ന് പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുകയാണ്. ഇതുപോലെയാണ് ഓരോ ആൾക്കാരും. പിന്നെ റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോൾ
അവിടെ ജോലി ചെയ്തിരുന്നവർ അവിടെ നിന്ന് അനുഭവിച്ച ദുരനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഒരു 3-4 പേര് പുറത്തു പോയിട്ടുണ്ട്. അതില് പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. ഇപ്പോ പറയുമ്പോ ലൈംഗികാതിക്രമം മാത്രമല്ല തൊഴിലിടങ്ങളിലെ പീഡനം എന്ന് പറയുന്നത്. നമ്മളിപ്പോ എന്തായാലും ഒരു മാധ്യമ പ്രവർത്തകർ ഒരു പാഷനേറ്റ് ആയിട്ടായിരിക്കും ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. മാത്രമല്ല അവർ സമൂഹത്തിലെ അനീതിക്കെതിരെയാണ് സംസാരിക്കേണ്ടത്. അവരുടെ ജോലി എന്ന് പറയുന്നത് മറ്റ് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി എവിടെയാണോ അനീതിക്കെതിരെയാണ് ശബ്ദമുയർത്തേണ്ടത്. അപ്പോ ഈ ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ മേഖല പരിശോധിച്ചാലും ഏറ്റവും അധികം അനീതി നേരിടുന്നവർ ഈ മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവർ അതിനെതിരെ ഒന്നും പറയാൻ പാടില്ല, ഇൻക്രിമെന്റ് കിട്ടിയില്ലെങ്കിൽ പറയാൻ പാടില്ല, ലീവ് കിട്ടിയില്ലെങ്കിൽ അതിനെതിരെ പറയാൻ പാടില്ല. ഈ ആനുകൂല്യങ്ങളെല്ലാം ആർക്കാ കിട്ടുന്നത്? ഇപ്പോ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ അവരുടെ അതായത് അളിഞ്ഞ കോമഡിക്ക് ചിരിച്ചു കൊടുക്കുകയും ചേട്ടൻ സൂപ്പർ എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക്, അതിന് ആണായാലും പെണ്ണായാലും ശരി, അങ്ങനെ അവരെ പ്രീതിപ്പെടുത്തി പ്രീണനം കൊണ്ട് നടക്കുന്നവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും, ലീവുകളെല്ലാം കിട്ടും, ഇഷ്ടമുള്ള ഷിഫ്റ്റ് കിട്ടും. ഇതെല്ലാം പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തിലെന്നല്ല പല സ്ഥാപനങ്ങളിലും നടക്കുന്നതാണ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്നയാൾ പക്ഷപാതത്തോടെ ആ സ്ഥാപനത്തിലെ ജീവനക്കാരെ ഡീൽ ചെയ്താൽ അവിടെ ന്യായമായ രീതിയിൽ വർക്ക് നടക്കുമോ? ഒരിക്കലും നടക്കില്ല. പക്ഷേ പല മാധ്യമ സ്ഥാപനങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. അത് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ അവിടെ സാധാരണ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട നമ്മുടെ ജോലിയെ കുറിച്ചും എക്സ്പീരിയൻസിനെ കുറിച്ചും എന്ത് നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നു, ഏത് തരത്തിലുള്ള ജോലിയാണ്, ഏത് മേഖലയിലാണ് നമ്മുടെ സേവനം ആവശ്യമുള്ളത്, നമ്മൾക്ക് എന്ത് ചെയ്യാനാണ് നമ്മൾ കേപ്പബിൾ എന്നുള്ളതാണ് അവർ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. ഇതുവരെ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ അവിടെ ഇന്റർവ്യൂവിന് പോയപ്പോൾ, കാരണം ഇതിൽ ഒരു ലേഡി ആരോപണം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നോട് സംസാരിച്ചത്. അപ്പൊ ആ കക്ഷി എന്നോട് ചോദിക്കുന്നത്, എൻ്റെ CV നോക്കിയിട്ട് അതിൽ ഞാൻ മറുനാടൻ മലയാളിയിൽ 1 വർഷം ജോലി ചെയ്തു. ന്യൂസ് 18 കഴിഞ്ഞിട്ട് മറുനാടൻ മലയാളിയിൽ ഞാൻ 1 വർഷം ജോലി ചെയ്തിരുന്നു. യൂട്യൂബ് തുടങ്ങുന്ന സമയത്തായിരുന്നു, യൂട്യൂബിൽ ന്യൂസ് തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ അത് കണ്ടിട്ട് മറുനാടൻ മലയാളിയെ കുറിച്ചും ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തനെ കുറിച്ചും ചോദിക്കുകയാണ്. അപ്പൊ എനിക്ക് വ്യക്തമായി അറിയാം ഈ മാധ്യമ സഖാക്കന്മാരാണ് ഭൂരിഭാഗവും. കൈരളി എടുക്കേണ്ട പണി റിപ്പോർട്ടറാണ്. അപ്പൊ അതുകൊണ്ട് ഈ മാധ്യമ സഖാക്കന്മാർക്ക് ആർക്കും ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകനെ ഇഷ്ടമല്ല. കാരണം അദ്ദേഹം ഒരുപാട് പീഡനങ്ങൾ ഇതിനോടകം തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഒരു പ്രത്യേകത, അവരെ വിമർശിക്കുന്നവരെ എല്ലാം പാടെ ഇല്ലാതാക്കുക, ഏത് വിധേനയും അവരെ സമൂഹത്തിന്റെ മുന്നിൽ നാറ്റിക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷാജൻ സ്കറിയ അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ ശക്തമായി പണിയെടുക്കുന്നയാളാണ്. അത് ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് അറിയുന്ന ഒരു കാര്യമാണ്. കാരണം അത് ഇപ്പോ VD സതീശനെ വിമർശിക്കേണ്ട കാര്യത്തിൽ അത് ചെയ്യും. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കേണ്ട സാഹചര്യം അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടാൻ അദ്ദേഹം അത് ചെയ്യും. അതിനി നരേന്ദ്രമോദിക്കെതിരെയാണെങ്കിലും ശരി, ഷാജൻ സ്കറിയ അത് ചെയ്തിരിക്കും. അതുപോലെ തന്നെ പിണറായി വിജയനെതിരെ വാർത്ത നിരന്തരം ചെയ്യുമായിരുന്നു. അപ്പൊ അത് അവിടെ ഗുണമായി പറയാനൊന്നും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടായിരിക്കും വിമർശിച്ചത്. അപ്പൊ ഇതിനെതിരെ വൻ ആക്രമണമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെന്ന് നടന്നത്. അതുകൊണ്ട് തന്നെ പല മാധ്യമ സഖാക്കന്മാർക്കും അദ്ദേഹത്തെ കണ്ണിന് നേരെ കണ്ടുകൂടാന്ന് തന്നെ പറയേണ്ടിയുണ്ട്. അപ്പം പലരും എന്നോട് പറഞ്ഞു, CV-യിൽ അത് വെക്കരുത്, മറുനാടനിൽ ജോലി ചെയ്തു. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഒരാവശ്യമില്ല. ഞാൻ ജോലി ചെയ്തതാണ് അവിടെ, ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവിടെ ജോലി ചെയ്തതിൽ. അപ്പോ ഈ ഒരു കാര്യം മാത്രമാണ് എന്നോട്. അപ്പൊ എനിക്ക് ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഇപ്പോ ഞാൻ ജോലി ചെയ്തൊരു സ്ഥാപനത്തിന്റെ മുതലാളിയെ തള്ളിപ്പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഇല്ല. ആ മനുഷ്യന്റെ ഭാഗത്ത് എനിക്ക് തെറ്റ് പറയാൻ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ പറയേണ്ടതുണ്ട്. അല്ലാതെ ഇപ്പൊ ഞാൻ അവിടെ ഇദ്ദേഹത്തെ അനുകൂലിച്ചാൽ എനിക്ക് ജോലി കിട്ടും എന്ന ഒരു കാര്യം വെച്ചിട്ട് എനിക്ക് അവിടെ ഇദ്ദേഹത്തെ തള്ളിപ്പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞു, അദ്ദേഹം ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ജനങ്ങളുടെ മനസ്സിൽ നിന്നാണ് അദ്ദേഹം, ജനങ്ങളുടെ പോയിന്റ് ഓഫ് ആംഗിൾ, ആ ജനങ്ങളുടെ കാഴ്ചപ്പാടാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ആൾക്കാരുമായിട്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീഡിയോകൾ ഇത്രയേറെ ജനശ്രദ്ധ ആകർഷിക്കുന്നത്. അദ്ദേഹത്തിന് മുന്നിൽ ആരും ഇങ്ങനെ വേർതിരിച്ച് അദ്ദേഹം ആർക്കും ഫേവർ ചെയ്ത് പറയുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാർത്തകൾ വളരെ ജെന്യൂനായിട്ട് തന്നെയാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റിയാൽ തൊട്ടടുത്ത വീട്ടിൽ അദ്ദേഹം അത് ഏറ്റു പറയുന്നത്, ഇങ്ങനെ ഈ ഒരു കാര്യം തെറ്റുപറ്റി, അതുകൊണ്ട് അത് മാറ്റി പറയുകയും ചെയ്യും. ആ ഒരു കാര്യമാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ അതിൽ നിന്ന് അവിടെ നിറങ്ങുമ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കുന്നത്, എന്നെ അവർക്ക് ജോലിക്ക് എടുക്കാൻ താല്പര്യം, എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പോലും അവർ ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നത് മറുനാടനിൽ ജോലി ചെയ്തതുകൊണ്ടും ഷാജൻ സ്കറിയ എന്ന മാധ്യമപ്രവർത്തകനെ കുറ്റം പറയാത്തത് കൊണ്ടും അവർ അടുത്ത സ്റ്റെപ്പിലേക്ക് എന്നെ പരിഗണിക്കില്ല എന്ന് അവിടെ ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ റിപ്പോർട്ടർ ചാനലിലെ അതായത് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ചെയ്തത്.
ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഇറങ്ങിയ റിനു ശ്രീധർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അവിടുത്തെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ ടോർച്ചറിങ് സഹിക്കാൻ വയ്യാതെയാണ്. മുൻപ് പലരും പറഞ്ഞിട്ടുണ്ട് ആ മാധ്യമ പ്രവർത്തകന്റെ ടോർച്ചറിങ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അല്ല, ഒരു സ്ഥാപനത്തിൽ സീനിയറായ അതിന്റെ അർത്ഥം എന്താ? ബാക്കി എല്ലാവരും അവരുടെ കാല് നക്കി കഴിയണമെന്നാണ് ഇവർ കരുതുന്നത്? ബഹുമാനം എന്ന് പറയുന്നത് ചോദിച്ചു വാങ്ങേണ്ടതാണോ? ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് പറയേണ്ടത്. അത് ഒരാളിന്റെ പ്രവൃത്തിയിലൂടെ ആണ് മറ്റുള്ളവർക്ക് ആ വ്യക്തിയെ തോന്നേണ്ടത്. അല്ലാതെ അതൊന്നും ചോദിച്ചു അധികാരം കാണിക്കുകയല്ല. ചിലപ്പോ ആൾക്ക് ഉന്നതങ്ങളിൽ പിടിപാടുണ്ടായിരിക്കാം, എന്ത് കാണിച്ചാലും അവിടെ പ്രശ്നമില്ലായിരിക്കാം, അതുകൊണ്ട് ആൾ അത് അങ്ങനെ ചെയ്യുന്നു. പക്ഷെ അത് ഇങ്ങനെയുള്ള ആൾക്കാരെ വളർത്തുന്ന സ്ഥാപനങ്ങൾ ഒരിക്കലും ദീർഘകാലം നന്നായി പോവില്ല. കാരണം എല്ലാ ജീവനക്കാരെയും സമഭാവനയോടെ കണ്ട് അവർക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ആ കഴിവിനെ വികസിപ്പിച്ച് ആ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ആ സ്ഥാപനം മുന്നോട്ട് പോവുകയില്ല. പിന്നെ ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ വാർത്തകൾ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് ആഘോഷമാക്കിയ ആളാണ് റിപ്പോർട്ടർ ചാനലിലെ മുതിർന്ന മാധ്യമപ്രവർത്തനായ അരുൺകുമാർ. അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് ഉണ്ടായിരുന്നു. അത് യുവജനോത്സവത്തിൽ, അത് പോക്സോ കേസും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുമുള്ള നിയമങ്ങളെ ഒരുപാട് രീതിയിൽ ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ലൈംഗികമായി പോക്സോ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് വരുന്നത്. ലൈംഗിക പീഡനം ആണ് ആൾക്കാരുടെ മനസ്സിൽ ആദ്യം ആ ഒരു ഇമേജ് വരുന്നത്. പക്ഷെ അത് തന്നെ വേണമെന്നില്ല. അപ്പൊ ആ അരുൺകുമാറിന്റെ കേസ് തന്നെ എടുത്താൽ നമുക്കറിയാം അതൊരു അത്തരത്തിലുള്ള ഒരു കേസല്ല. പക്ഷെ അരുൺകുമാറിനെ ഇപ്പോഴും ആൾക്കാർ ഏത് രീതിയിലാണ് അഡ്രസ് ചെയ്യുന്നത്? താങ്കൾക്കൊരു പോക്സോ കേസ് ഉള്ളതല്ലേ എന്ന രീതിയിൽ. അത് അയാൾ ചിന്തിക്കണമായിരുന്നു. അത് വെച്ചിട്ട് വേണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യേണ്ടിരുന്നു. ആദ്യം കൃത്യമായി അത് പഠിക്കണമായിരുന്നു. ഈ പല സ്ത്രീകൾ ആരോപണം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണ്, ഏത് യുവതിയാണ് പരാതി ഉന്നയിച്ചത്, ഇതിനെപ്പറ്റി എന്തെങ്കിലും ധാരണ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചവർക്ക് ധാരണയുണ്ടോ? പെൺകുട്ടിക്ക് പരാതിയുണ്ടോ? ശരി, അത് നിയമപരമായ പരാതി അല്ലെങ്കിൽ പോലും ഇവരോടെങ്കിലും തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ടോ? ഇതിനൊന്നും ഒരു ക്ലാരിറ്റിയും വരാത്തിടത്ത് റിപ്പോർട്ടർ ചാനലിൽ അവർക്ക് എന്ത് യോഗ്യതയാണ്? ഇത്രയും സ്ത്രീകൾ ഉൾപ്പെടെ, സ്ത്രീകളും പുരുഷന്മാരും റിപ്പോർട്ടർ ചാനലിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ ടോർച്ചറിങ് സഹിക്കാൻ വയ്യാതെ ഇറങ്ങിപ്പോക്ക് നടത്തുമ്പോൾ അദ്ദേഹം മുങ്ങിയിട്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. മുങ്ങി എന്നാണ് അറിയുന്നത്, കാണാനില്ല എന്ന് പറയാം. അവർക്ക് ചർച്ച നടത്തണ്ടായിരുന്നല്ലോ ഈ വിഷയത്തിൽ. അതെ. അപ്പൊ എന്തായാലും ഒരു തിരിച്ചറിവ് റിപ്പോർട്ടർ ചാനലിനും ഉണ്ടാകുന്നത് നല്ലതായിരിക്കും.